തീർച്ചയായും ഇവരൊക്കെ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് വന്നവരാണ്. ചേട്ടാ, ആരെയാണ് കാണാത്തത്? എൻ്റെ അനിയനാണ്, ഫാമിലിയാണ്. അതിലിപ്പോൾ ഒരു കുടുംബത്തിലെ ഏകദേശം ഒരു 5 6 കാണാനില്ല. അതേപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങളാണ് ഇതേ അവസ്ഥയിൽ അവിടെ കഴിയുന്നത്. മുണ്ടക്കൈ ഭാഗത്ത് അവിടെ ഇപ്പോഴും ശരിക്കും റിക്കവറി കാര്യങ്ങളൊന്നും എത്തിപ്പെട്ടിട്ടും കാര്യങ്ങളൊന്നുമില്ല. ചുരങ്ങൾ വരെയാണ് എത്തുന്നുള്ളൂ. ഒരുവിധം ഇനിയും ബോഡി കാര്യങ്ങളായിട്ട് വരാനുണ്ട്. ഇവരെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. 5 പേരാണോ ആകെ ഇതുവരെ വിവരം കിട്ടാത്തത്? 5 പേര്. അതേമാതിരി അടുത്തടുത്ത് വീടുകൾ ഒരു 11-12 വീട് പൂർണ്ണമായും പോയിരിക്കുന്നു. എവിടെ നിന്നാണ്? ചുരമല മുണ്ടക്കൈ ഭാഗത്ത് അവിടെ എപ്പോഴും ബോഡി കാര്യങ്ങളായിട്ട് പുറത്തുണ്ട്. അവിടെ എൻക്വയറി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിഷയങ്ങളാണ്. ചേട്ടന് പരിചയമുള്ള ജ്യേഷ്ഠൻ, വൈഫ്, മകനും മരുമകളും, പിന്നെ വലിയ പേരക്കുട്ടി, കുടുംബ ഫാമിലി ഫുള്ളായിട്ട്. അവരെ കുറിച്ചുള്ള ഒരു വിവരമില്ല. അത് നിലമ്പൂർ ബോഡി ഉണ്ട് എന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ബോഡി മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറയാൻ കാരണം അവിടെ ഈ ബോഡി വെച്ചതുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ ഇവിടെ കഴിയില്ല. അപ്പൊ അത് കാരണം ഓരോ ഫാമിലിക്കും പോയിട്ട് അവിടെ പോയിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഇതില്ല. എല്ലാ കാലം ഒരു ബോഡി തിരിച്ചറിഞ്ഞിട്ട് പിന്നെ രണ്ടാമതും പിന്നെ അങ്ങോട്ട് പോകേണ്ട ഒരു അവസ്ഥയിലാണ്. അപ്പൊ എന്താ വെച്ചാൽ എല്ലാ ബോഡി ഇവിടെ എത്താനുള്ള സംവിധാനങ്ങൾ അതിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നല്ല നമ്മൾ പറയുന്നത്. എല്ലാ ശരീരങ്ങളും മേപ്പാടിയിലേക്ക് എത്തിച്ചാൽ നിലമ്പൂർ വരെ പോയി ശരീരങ്ങൾ തിരിച്ചറിയേണ്ട ഒരു ദുരവസ്ഥ ഉണ്ടാവില്ല എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന കാര്യത്തിൽ അത് ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു.